ഓക്കെ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഇത് ഈ യൂണിറ്റിലെ ലാസ്റ്റ് ചാപ്റ്ററാണ്. കുറച്ച് ലെങ്തിയാണ്. നമ്മുടെ സൈക്കോളജി ഒക്കെ വന്ന പോലെ ഒരു ഇച്ചിരി ഇതോടെ സബ്ജക്റ്റാണ്, ഐ മീൻ ചാപ്റ്ററാണ്. സോഷ്യോളജി ആൻഡ് പൊളിറ്റിക്കൽ സയൻസ്. എങ്കിലും ഞാൻ വേഗം കവർ ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, ഇതോടുകൂടി ഈ യൂണിറ്റ് എൻ്റെ ആണ്. നെക്സ്റ്റ് യൂണിറ്റ് നമുക്ക് തുടങ്ങാൻ ഉടനെ തന്നെ. കുറച്ച് കൺസെപ്റ്റ്സിൽ ഡിഫറെൻ്റ് ആയ ഒരു ഇതാണ്. ഇത്രയും ബോർ അടിക്കത്തില്ല നമുക്ക് പഠിക്കാൻ. സൊസൈറ്റി ആൻഡ് സോഷ്യൽ, ഇതെല്ലാം പറഞ്ഞ് നമുക്ക് റിപ്പീറ്റ് ചെയ്ത് ബോറടിക്കുമല്ല ഇതിനകത്ത്. സോഷ്യോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൊസൈറ്റിയുടെയും സോഷ്യൽ ലൈഫിൻ്റെയും പഠനം. അതേസമയം പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഡിഫറെൻ്റ് ആയ ഒരു ആസ്പെക്റ്റ് ആണ്. പൊളിറ്റിക്കൽ സയൻസിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മൾ ഗവർണൻസ് എന്താണ്, നമ്മൾ പൊളിറ്റിക്കൽ സയൻസിനകത്ത് പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രാഷ്ട്രീയം, അല്ലെങ്കിൽ BJP, LDF, UDF അങ്ങനല്ല പൊളിറ്റിക്സ് ഉദ്ദേശിക്കുന്നത്. പൊളിറ്റിക്സ് എന്ന സിസ്റ്റം എന്താണ്, ഗവർണൻസ് അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രമീമാംസ എന്നാണ്. അതായത് റൂളുകൾ ഫോം ചെയ്യുക അല്ലെങ്കിൽ ലോകൾ ഫോം ചെയ്യുക, അതിൻ്റെ പ്രോപ്പറായ ഇംപ്ലിമെൻറ്റേഷൻ, അത് നടക്കുന്നുണ്ടോ, പ്രോപ്പർ ഇംപ്ലിമെൻറ്റേഷൻ നടത്തിയിട്ട് അതെല്ലാവർക്കും എത്തുന്നുണ്ടോ, അല്ലെങ്കിൽ അതെന്താണ് കറക്റ്റായിട്ടൊരു ഇംപ്ലിമെൻറ്റേഷൻ സിസ്റ്റം ഉണ്ടോ എന്നൊക്കെ, ബ്യൂറോക്രാറ്റിക്കലി ഇതൊക്കെ ശരിയായിട്ടാണോ നടക്കുന്നത് എന്നൊക്കെ ചെക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ശരിക്കും പൊളിറ്റിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതായത് പൊളിറ്റിക്കൽ സയൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് നോക്കാം. ഈ രണ്ട് സബ്ജക്റ്റിനെ വെച്ച് നോക്കുവാണെങ്കിൽ രണ്ട് സബ്ജക്റ്റുകളും സൊസൈറ്റിയുടെ അതിൻ്റെ ഫങ്ഷൻ്റെയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രസ്സിങ് കൺസേൺസ് അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കുറേ പ്രശ്നങ്ങളെ അനലൈസ് ചെയ്യുന്ന ഒരു സബ്ജക്റ്റാണ്. നമ്മൾ ഇപ്പോൾ എടുക്കുവാണെങ്കിൽ ഗവർണൻസ്, സിവിൽ സൊസൈറ്റി, സോഷ്യൽ ക്ലാസ്, സോഷ്യൽ ക്യാപിറ്റൽ, വോട്ടിംഗ് ബിഹേവിയേഴ്സ്, അവരുടെ പവർ റിലേഷൻ എമംഗ് ഗ്രൂപ്പ്സ്, പാർട്ടിസിപ്പേറ്ററി ഡെമോക്രസി, പറയാനാണെങ്കിൽ ഇഷ്ടം പോലുണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഇമ്പോർട്ടൻ്റ് ആയ അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയ കുറേ സബ്ജക്റ്റിനെ നമ്മൾ സോഷ്യോളജിയിലും പൊളിറ്റിക്കൽ സയൻസിലും പഠിക്കുന്നുണ്ട്. ഇപ്പം വോട്ടിംഗ് ബിഹേവിയർ എടുക്കാം. വോട്ടിംഗ് ബിഹേവിയർ നോക്കുമ്പം നമുക്ക് സോഷ്യോളജി എന്താണ്, എത്ര ആളുകൾ വോട്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവർ ഇന്ന ഗ്രൂപ്പ് ഓഫ് ആളുകൾ വോട്ട് ചെയ്യാത്തതിൻ്റെ കാരണം എന്താണ്. ഇനി പൊളിറ്റിക്കലി നോക്കുമ്പം അവരുടെ അല്ലെങ്കിൽ പ്രോപ്പറായ ഒരു ലോ ഇംപ്ലിമെന്റ് ചെയ്യാൻ അല്ലെങ്കിൽ അവർക്ക് ഓഫർ ചെയ്തിരുന്ന ഒരു സോഷ്യൽ വെൽഫെയർ പ്രൊവൈഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അതിന് പകരം എന്ത് റൂൾ കൊണ്ടുവരാൻ പറ്റും, അവർക്ക് എങ്ങനെ അപ്ലിഫ്മെന്റ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ നമുക്ക് അനലൈസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ എന്താണ് ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സോഷ്യലി ക്രൂഷ്യലായ കുറേ ഫാക്ടേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സോഷ്യോളജിയിലും പൊളിറ്റിക്കൽ സയൻസിലും പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് സോഷ്യോളജിയും പൊളിറ്റിക്കൽ സയൻസും എന്താണ്, വളരെ ക്ലോസർ ആയ രണ്ട് സബ്ജക്റ്റുകളാണ്. ഇതിനെ രണ്ടിനെയും ചേർത്തിട്ട് നമുക്ക് കുറേ സബ് ഡിസിപ്ലിനുകൾ വരുന്നുണ്ട്. പൊളിറ്റിക്കൽ സോഷ്യോളജി, പൊളിറ്റിക്കൽ ആസ് ലൈക്ക് എന്താണ് പൊളിറ്റിക്കൽ സോഷ്യോളജി, പൊളിറ്റിക്കൽ ആന്ത്രോപോളജി, പൊളിറ്റിക്കൽ എക്കണോമി പഠിക്കുന്ന പോലെ നമുക്ക് എന്താണ് ഈ രണ്ട് സബ്ജക്റ്റിനെയും ചേർത്ത് വെച്ച് പഠിക്കാൻ പറ്റും. നിങ്ങൾക്ക് പിന്നീട് ഒരു സബ് ഡിസിപ്ലിൻ, വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സബ് ഡിസിപ്ലിൻ വരുന്നുണ്ട്. ഇനി പൊളിറ്റിക്കൽ സയൻസിന്റെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കിയാൽ, പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറഞ്ഞാൽ ഇസ് ഡിഫൈൻഡ് ആസ് എ സയന്റിഫിക് സ്റ്റഡി ഓഫ് സ്റ്റേറ്റ്, ഗവൺമെന്റ് ആൻഡ് പൊളിറ്റിക്സ്. സ്റ്റേറ്റിൻ്റെയും ഗവൺമെന്റിൻ്റെയും പൊളിറ്റിക്സിനെയും പറ്റിയുള്ള ഒരു സയന്റിഫിക് ആയ പഠനമാണ് പൊളിറ്റിക്കൽ സയൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്. അതിനകത്ത് എന്തൊക്കെയാണ് നമ്മൾ ശരിക്കും പഠിക്കുന്നത്? പൊളിറ്റിക്സിനെ പറ്റി പഠിക്കുന്നു, സ്റ്റേറ്റിനെ പറ്റി പഠിക്കുന്നു, പവർ പഠിക്കുന്നു, പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ പഠിക്കുന്നു, ലീഡർഷിപ്പ് പഠിക്കുന്നു, ഗവർണൻസ്, ഭരണരീതി എന്താണെന്ന് പഠിക്കുന്നു, നമ്മുടെ ഡിസിഷൻ എടുക്കാനുള്ള നമ്മുടെ കഴിവിനെ പറ്റി പഠിക്കുന്നു, നമ്മുടെ പോളിസികൾ എന്തൊക്കെയാണ്, പോളിസികൾ ഉണ്ടാക്കി അതിൻ്റെ എഫക്റ്റ് എന്താണ്, അതിൻ്റെ ഇമ്പാക്റ്റ് എന്താണ്, ഇങ്ങനെയുള്ള സാധനങ്ങളാണ് പൊളിറ്റിക്കൽ സയൻസിൽ പഠിക്കുന്നത്. പൊളിറ്റിക്കൽ സയൻസിൽ വളരെ സെൻട്രൽ ആയ അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കൺസെപ്റ്റാണ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. ഇവിടെ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, പീപ്പിള് അല്ലെങ്കിൽ ജനങ്ങൾ ചേർന്നിട്ട് ജനറലായ കുറെ റൂളുകൾ ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ ഫോം ചെയ്യുന്നു, അത് പ്രിസർവ് ചെയ്യുന്നു, അത് സൂക്ഷിക്കുന്നു, അതിന് കാലാനുസൃതമായ മോഡിഫിക്കേഷൻ, മാറ്റം വരുത്തുന്നു. ഇതാണ് ശരിക്കും പൊളിറ്റിക്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമുക്ക് കോപ്പറേഷൻ, അതായത് ഇപ്പം കുറെ ഗ്രൂപ്പ്സ് ഉണ്ടായി, അവരുടെ കോപ്പറേഷൻ, അവർ തമ്മിലുള്ള കോൺഫ്ലിക്റ്റ്, ഇതെല്ലാം എവിടെ പഠിക്കാം, നമുക്ക് പൊളിറ്റിക്സിൽ വരുമ്പോഴത്തേക്കും പഠിക്കാം. അപ്പൊ ശരിക്കും റിസോഴ്സിന്റെ അല്ലെങ്കിൽ റിസോഴ്സുമായി റിലേറ്റ് ചെയ്ത പവർ അല്ലെങ്കിൽ അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ ആണ് ശരിക്കും നമ്മൾ പൊളിറ്റിക്കൽ സയൻസിൽ പഠിക്കുന്നത്. പൊളിറ്റിക്കൽ സയൻസിനെ ഒരു ആർട്ട് ഓഫ് ഗവൺമെന്റ് അല്ലെങ്കിൽ ഒരു ഭരണരീതി എന്നായിട്ട് നമുക്ക് കണക്കാക്കാം. അപ്പൊ നമുക്ക് ചോദിക്കാം, പൊളിറ്റിക്കൽ സയൻസ് ഒരു സയൻസ് ആണോ അതൊരു ആർട്ടാണോ എന്നത് ഒരു ക്വസ്റ്റ്യനബിൾ സബ്ജക്റ്റ് ആണ്. നമ്മൾ എന്നാലും അതിനെ ആർട്ട് ഓഫ് ഗവൺമെന്റ് എന്ന് തന്നെയാണ് പറയുന്നത്. ഇനി പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നത് ആ ഒരു അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറഞ്ഞ ഒരു വാക്കിന്റെ ഉത്ഭവം പോളിസ് എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് വേർഡിൽ നിന്നാണ്. പോളിസ് എന്ന വാക്കിന് അർത്ഥം സിറ്റി സ്റ്റേറ്റ് എന്നാണ്. ഇപ്പൊ ഇവിടെ നമ്മൾ സ്റ്റേറ്റ് അല്ലെങ്കിൽ പ്രൊവിൻസ് എന്ന് പറയുന്ന പോലെ പണ്ട് ഗ്രീക്ക് സൊസൈറ്റികളിൽ
എന്താണ് അവരുടെ ആ ഒരു ഓരോ ഇപ്പോൾ ഒരു ഫുൾ കൺട്രീനെ കുറേ സിറ്റി സ്റ്റേറ്റുകളായിട്ടാണ് ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. ആ സിറ്റി സ്റ്റേറ്റിൽ ഓരോന്നിനും അവരുടേതായ ഒരു ഓട്ടോണോമസ് ഭരണ രീതി ഉണ്ടായിരുന്നു. ഈ ഭരണ രീതിനെയും ആ സിറ്റി സ്റ്റേറ്റിനെയും പറ്റിയുള്ള പഠനമാണ് ശരിക്കും പോലീസ് കൊണ്ട് നടത്തിയിരുന്നത്. ഇത് പിന്നീട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടാണ് പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്ന സബ്ജക്റ്റ് ആയിട്ട് മാറിയത്. ഇനി അപ്പൊ ഇതാണ് ശരിക്കും പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറഞ്ഞ സാധനം. എന്താണ് പൊളിറ്റിക്കൽ സയൻസ്? ഇനി അതിന്റെ നേച്ചർ സെക്കൻഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നേച്ചർ എന്താണ് എന്ന് ചോദിച്ചാൽ പബ്ലിക്കുമായി ബന്ധപ്പെട്ട എല്ലാം എന്താണ് പൊളിറ്റിക്കൽ സയൻസ് ആണ്. പബ്ലിക് ആൻഡ് പൊളിറ്റിക്സ് ഇതാണ് ശരിക്കും എന്ത് പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നത്. ഇനി അതിന് ആ ഒരു ടേം പറയുന്ന പോലെ ശരിക്കും ജസ്റ്റ് ഒരു പൊളിറ്റിക്സ് മാത്രമല്ല പൊളിറ്റിക്കൽ സയൻസിൽ പഠിക്കുന്നത്. അതിൻ്റെ ഒരു ഏരിയ കവർ ചെയ്യുന്ന ഒരു ഏരിയ അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റഡി എന്ന് പറയുന്നത് വളരെ ബ്രോഡറായിട്ട് വൈഡറായിട്ട് നമുക്ക് കാണാം. ഒരു വൈഡർ സ്പെക്ട്രം പഠിക്കുന്ന ഒരു സബ്ജക്റ്റാണ് ശരിക്കും എന്തെന്ന് പറയുന്നത് പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നത്. ഗവൺമെൻറ് അല്ലെങ്കിൽ സ്റ്റേറ്റ് അവരുടെ ഭരണരീതി, അവരുടെ റൂൾസ്, അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻസ്, എന്നിട്ട് അത് കറക്റ്റായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുള്ള മെഷറിംഗ് മെത്തേഡുകൾ, ഇതെല്ലാം പൊളിറ്റിക്കൽ സയൻസിലേക്ക് വരുന്നതാണ്. നമുക്കറിയാം പൊളിറ്റിക്കൽ നമ്മൾ പബ്ലിക് എന്ന് പറയുമ്പോൾ പ്രൈവറ്റ് ആയ ഒരു സാധനമുണ്ട്. നമുക്ക് ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ പബ്ലിക്കിനെ പറ്റി പഠിക്കുന്നതാണ് ശരിക്കും പൊളിറ്റിക്കൽ സയൻസ്. അപ്പോൾ പബ്ലിക്കിന് ഓപ്പോസിറ്റ് ആയ ഒരു പ്രൈവറ്റ് ആയ ഒരു സിസ്റ്റം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കുമല്ലോ. അപ്പം ഓക്കെ, പബ്ലിക്കിലേക്ക് വരുമ്പോൾ എന്താണ് ശരിക്കും സ്റ്റേറ്റ് ഗവൺമെന്റ്, ഇതാണ് പബ്ലിക്. അവരുടെ എന്ത് ചെയ്യുന്നു, അവര് ടാക്സ് പേയേഴ്സിൽ നിന്ന് അല്ലെങ്കിൽ പണം ടാക്സ് പേയേഴ്സ് നികുതി അടയ്ക്കുന്നവരിൽ നിന്ന് പണം പിരിച്ചിട്ട് എന്ത് ചെയ്യുന്നു, ഭരണം കൃത്യമായി നടപ്പിലാക്കുന്നു. ഈ ഭരണം ചെയ്യാൻ സഹായിക്കുന്ന മറ്റ് കുറേ ഇൻസ്റ്റിറ്റ്യൂഷനുകളും ഉണ്ടായിരിക്കും. ഇപ്പം എന്തൊക്കെയാ അതിനൊരു ബ്യൂറോക്രാറ്റിക് മെഷീനറി ഉണ്ടായിരിക്കും. പിന്നെ നമ്മുടെ ഉദ്യോഗസ്ഥരുടെ ഒരു സംഘം അവരുണ്ടായിരിക്കും. മിനിസ്റ്റേഴ്സ് ഉണ്ടായിരിക്കും, കോടതി ഉണ്ടായിരിക്കും, ട്രൈബ്യൂണലുകൾ ഉണ്ടായിരിക്കും, പോലീസ് ഉണ്ട്, ആർമി ഉണ്ട്, NGOകളുണ്ട്, സോഷ്യൽ ഓർഗനൈസേഷൻസ് ഉണ്ട്. ഇതെല്ലാം എന്താണ്, പബ്ലിക് ആണ്. ഇതെല്ലാം എന്ത് ചെയ്യുന്നു, സോഷ്യൽ ലൈഫിന്റെ സ്മൂത്ത് ഫംഗ്ഷനിങ്ങിന് സഹായിക്കും. ഇതിനുള്ള പണം എവിടെ നിന്ന് കിട്ടുന്നു, ടാക്സ് പേയേഴ്സിൽ നിന്ന് എടുക്കുന്നു. ഇനി അതേസമയം നമ്മൾ പ്രൈവറ്റ് എന്ന് വരുമ്പോഴത്തേക്കും എന്താണ്, നമ്മുടെ ഫാമിലി, അത് നമ്മുടെ പ്രൈവറ്റ് അഫെയർ ആണ്. നമ്മുടെ ഫാമിലി, നമ്മുടെ കിൻഷിപ്പ് ഗ്രൂപ്പ്, അതായത് നമ്മുടെ ബന്ധുക്കളുടെ ഒരു ഗ്രൂപ്പ്, നമ്മുടെ ട്രേഡ് യൂണിയൻ, നമ്മുടെ ക്ലബ്ബ്, നമ്മുടെ കമ്മ്യൂണിറ്റി, ഇതെല്ലാം നമ്മുടെ പ്രൈവറ്റ് ബിസിനസ്സാണ്. ഇവിടെയെല്ലാം എന്താണ്, നമ്മുടെ സ്വന്തം പണം എടുത്തിട്ട് നമ്മൾ ചിലവാക്കുന്നത്. നമുക്ക് വീട്ടിൽ ചിലവഴിക്കാൻ ഗവൺമെന്റ് ടാക്സ് പേയർ ആരും പൈസ തരുന്നില്ല. നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ വരുമാനത്തിൽ നിന്നെടുത്ത് ചിലവാക്കുന്നു. അപ്പോൾ ഇതാണ് പ്രൈവറ്റ്. ഇതിനെ രണ്ടിനെയും ഇവിടെ പഠിക്കുന്നുണ്ട് ശരിക്കും, നമ്മൾ സോഷ്യോളജിക്കകത്ത് പഠിക്കുന്നുണ്ട്. ഇനി തേർഡ്ലി നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്കറിയാവുന്നൊരു കാര്യം, ക്രിട്ടിക്കൽ ഇഷ്യൂസിനെ ഇതിൻ്റെ ഒരു അനലൈസ് ചെയ്യുന്ന മെത്തേഡ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ക്രിട്ടിക്കൽ ഇഷ്യൂസ്, കോംപ്രമൈസ്, ഡിസിഷൻ മേക്കിംഗ്, കൺസെൻസസ്, ഇത് മൂന്നുമാണ് ശരിക്കും പൊളിറ്റിക്കൽ സയൻസിനകത്ത് പഠിക്കുന്നത്. ഇതിനെ എങ്ങനെയൊക്കെ പഠിക്കുന്നു എന്നുള്ളതാണ് പൊളിറ്റിക്കൽ സയൻസിൻ്റെ ഒരു മെത്തഡോളജി. ആർട്ട് ഓഫ് പോസിബിൾ, ഇതിനെ ആർട്ട് ഓഫ് പോസിബിളിനെ പഠിക്കുന്നത് നമുക്ക് അങ്ങനെ പറയാം. അതായത് പൊളിറ്റിക്സ് ആൻഡ് ഇറ്റ്സ് റിലേറ്റഡ് പ്രോസസ് ആസ് ആർട്ട് ഓഫ് പോസിബിൾ. പോസിബിൾ ആയ അല്ലെങ്കിൽ പോസിബിലിറ്റിയെ പറ്റിയുള്ള പഠനം, അതാണ് ശരിക്കും പൊളിറ്റിക്കൽ സയൻസിൽ ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് അവിടെ എന്ത് ചെയ്യുന്നു, പീസ്ഫുൾ സൊല്യൂഷൻസ് കൊണ്ടുവരുന്നു. അവിടെ റിസോഴ്സസ്, പവറിന്റെ പ്രോപ്പറായ ഡിസ്പേഴ്സൽ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നു. ഇതൊക്കെയാണ് പൊളിറ്റിക്കൽ സയൻസിൽ ഉദ്ദേശിക്കുന്നത്. അതിനായി നോക്കിയാൽ എന്താണ് പൊളിറ്റിക്കൽ സയൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പൊളിറ്റിക്സ് ഇസ് ഓഫൺ അസോസിയേറ്റഡ് വിത്ത് പവർ ആൻഡ് എക്സസൈസ് ഓഫ് ഇൻഫ്ലുവൻസ്. അറിയാലോ, അധികാരം എന്നുള്ളതിനെയാണ് ശരിക്കും പൊളിറ്റിക്സിൽ ഉദ്ദേശിക്കുന്നത്. നമുക്കൊരു പവർ കിട്ടുക, അല്ലെങ്കിൽ ഭരിക്കാനുള്ളത് നോക്കുക, റിസോഴ്സസിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഇങ്ങനെ വേണമെന്ന്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഡിസിഷൻസ് എടുക്കാനുള്ള ഒരു അധികാരമാണ് പൊളിറ്റിക്സിൽ നോക്കുന്നത്. നമുക്കറിയാം പൊളിറ്റിക്സിനെ എന്തെന്ന് കണക്കാക്കാം, ഹാർട്ട് ഓഫ് ഓൾ കളക്റ്റീവ് സോഷ്യൽ ആക്ടിവിറ്റി. എല്ലാ സോഷ്യൽ ആക്ടിവിറ്റികളുടെയും ഹൃദയം എന്നാണ് എന്തിനെ കണക്കാക്കുന്നത്, പൊളിറ്റിക്സിനെ കണക്കാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, സൊസൈറ്റിയുടെ എല്ലാ സോഷ്യൽ ഇന്ററാക്ഷൻ നടക്കുന്ന എല്ലാ ലെവലിലും നടക്കുന്നുണ്ട്. നമ്മുടെ വീട്ടിൽ പൊളിറ്റിക്സ് ഉണ്ട്. അപ്പം നമ്മുടെ വീട്ടിൽ നമ്മുടെ വരുമാനം ഇത്രയാണ്, അതനുസരിച്ച് ഇന്ന ചിലവാക്കണം, ഇന്ന കാര്യങ്ങൾ നടത്തണം എന്നുള്ളതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപക്ഷെ അമ്മ അല്ലെങ്കിൽ അച്ഛൻ അല്ലെങ്കിൽ വരുമാനം ഏൺ ചെയ്യുന്ന ആരാണോ അവർ, ഇതെല്ലാം എന്ത് ചെയ്യുന്നു, പ്രോപ്പറായ ഒരു ഡിസിഷൻ മേക്കിംഗ് നടക്കുന്നുണ്ട്. അതിൻ്റെതായ രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് ആ ഒരു പ്ലാൻ ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ട്, പ്ലാൻ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ വീട്ടിലുണ്ട് പൊളിറ്റിക്സ്, നാട്ടിലുണ്ട് പൊളിറ്റിക്സ്, നമുക്ക് ചുറ്റും നമ്മുടെ സ്കൂളിൽ പൊളിറ്റിക്സ് ഉണ്ടായിരിക്കും. അപ്പൊ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ പാർട്ടി പൊളിറ്റിക്സ് മാത്രമല്ല.
ഓക്കെ, ലിമിറ്റഡ് റിസോഴ്സസ് നമ്മൾ പറഞ്ഞു. റിസോഴ്സസ് ആണ് ശരിക്കും അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ ആണ് പൊളിറ്റിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെതായ നോളജ് ഇമ്പാർട്ട് ചെയ്യുക, ആ നോളജ് എന്ത് ചെയ്യുക, അതിന് പ്രോപ്പർ ഡിസ്ട്രിബ്യൂഷൻ, അതിന് വേണ്ടുന്ന അറിവുകൾ നേടുക, പ്രോപ്പർ ഡിസ്ട്രിബ്യൂഷൻ നടത്തുക. ഇതാണ് പൊളിറ്റിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ അത്ര ഡെപ്തിൽ പഠിക്കേണ്ട, ടെക്സ്റ്റിൽ ഇങ്ങനെ വാരി വലിച്ച് എഴുതിയിട്ടുണ്ട്, അത്രയും അങ്ങനെ എന്ത് വേണ്ട, കൂടുതലായിട്ട് നമ്മൾ അറിയണം. നമുക്ക് എന്തായാലും മെസ്സേ ക്വസ്റ്റ്യൻ അല്ലേ വരത്തുള്ളൂ, അപ്പം നമുക്ക് ഒരുപാട് കണ്ടന്റ് എഴുതാൻ വേണം. പോയിന്റ്സ് ആയിട്ട് പഠിച്ചു വെക്കുക. ഇനി പൊളിറ്റിക്കൽ സയൻസിൽ ഉണ്ടായ ഒരു ഫോക്കസ് ഷിഫ്റ്റ്, അതായത് പൊളിറ്റിക്കൽ സയൻസിൽ മുന്നേ പഠിച്ചുകൊണ്ടിരുന്നതിൽ നിന്ന് സബ്ജക്റ്റ് ഏരിയകളിൽ ഒരു പെർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈം അല്ലെങ്കിൽ ടൈം പീരീഡ് എത്തിയപ്പോഴത്തേക്കും മാറ്റം വന്നു. ആ ഒരു സബ്ജക്റ്റ് ഏരിയ മാറി. പൊളിറ്റിക്കൽ സയൻസിൽ എന്തൊക്കെയാണ് നമ്മൾ പഠിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് ഇങ്ങനെ നമുക്ക് പറയാം. പൊളിറ്റിക്സ് പൊളിറ്റിക്കൽ സിസ്റ്റം ആയിട്ട് മാറി, ഗവൺമെന്റ് ഗവർണൻസ് ആയിട്ട് മാറി, പൊളിറ്റിക്കൽ റീസൺസ് സോഷ്യൽ ഡിറ്റർമിനൻസ് ആയിട്ട് മാറി. ഇതാണ് ശരിക്കും സംഭവിച്ചത്. അപ്പൊ എന്താണ് പൊളിറ്റിക്സ്? ആ ഒരു രാഷ്ട്രീയപരമായ സംഭവങ്ങളെ പൊളിറ്റിക്കൽ സിസ്റ്റം എങ്ങനെ വേണം എന്നുള്ളത് പഠിക്കാൻ തുടങ്ങി. ഗവൺമെന്റ് അല്ല, ഗവർണൻസ് ഭരണരീതി എങ്ങനെ വേണം എന്ന് പഠിക്കാൻ തുടങ്ങി. പൊളിറ്റിക്കൽ കാരണങ്ങളല്ല, നമുക്ക് വേണ്ടുന്നത് എന്താണ്? സോഷ്യൽ ഡിറ്റർമിനൻസ് ആണ്. അതായത് ഇപ്പം സൊസൈറ്റിയിൽ പോവേർട്ടി അല്ലെങ്കിൽ അൺഎംപ്ലോയ്മെന്റ്, ഇങ്ങനെയുള്ള ഫാക്ടേഴ്സിനാണ് ഇമ്പോർട്ടന്റ്, അത് പഠിക്കണം എന്നുള്ളത്. ആ ഒരു സബ്ജക്റ്റ് ഏരിയയിൽ ഉണ്ടായ മാറ്റമാണ് ശരിക്കും പൊളിറ്റിക്കൽ സയൻസിൽ നടക്കുന്നത്. ഓക്കെ, പൊളിറ്റിക്കൽ സയൻസിൽ സൊസൈറ്റിയിൽ നിന്ന് ഇപ്പം പൊളിറ്റിക്കൽ സയൻസ് എടുക്കുന്ന ഒരു സബ്ജക്റ്റ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്ത് ചെയ്യുന്നില്ല, സോഷ്യോളജിയിൽ സൊസൈറ്റിയിൽ നിന്ന് ഒരു ഡിഫറെന്റ് ആയ ഒരു സബ്ജക്റ്റ് ഏരിയ വരുന്നില്ല. ഒരു സെക്കൻഡ്, സച്ചു ഓക്കെ. ഇപ്പം നമുക്കറിയാം നമ്മുടെ ഈ ഗ്ലോബലൈസ്ഡ് വേൾഡ്, ഗ്ലോബലൈസേഷന് ശേഷം ഇന്റർ കണക്ട്നെസ് എന്ന് പറഞ്ഞ സാധനം ഹോൾ വേൾഡിനെ ഒരു പർട്ടിക്കുലർ ഒരു സിംഗിൾ വില്ലേജ് ആക്കി മാറ്റി. അപ്പൊ ഇന്റർ കണക്റ്റഡ്നെസ് എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. ആ ഒരു സമയത്ത് നമ്മുടെ ആ ചേഞ്ച്, നമ്മുടെ ഫുൾ ഐഡിയോളജി ചേഞ്ച് ചെയ്യും, നമ്മുടെ ഈ ഒരു സബ്ജക്റ്റ് മാറ്റർ ചേഞ്ച് ചെയ്യും, അതിന്റെ സ്കോപ്പ് ഇൻക്രീസ് ചെയ്തു. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഫോക്കസ് ഷിഫ്റ്റ് ഉണ്ടാവുന്നത്. ഫോക്കസ് ഷിഫ്റ്റ് ഉണ്ടാവുന്നത് ഈ ഒരു ഗ്ലോബലൈസേഷന്റെ ഫലമായിട്ടായിരിക്കും. നമ്മുടെ കൺസെപ്റ്റ്, നമ്മുടെ അപ്രോച്ചുകളെല്ലാം മാറി. നമ്മൾ പൊളിറ്റിക്കൽ സയൻസിനെ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന വിധം എന്ത് ചെയ്തു? ശരിക്കും മാറിപ്പോയി. ഇപ്പം നമ്മൾ ക്രിട്ടിക്കൽ ഇഷ്യൂസ് നമ്മൾ പൊളിറ്റിക്കൽ സയൻസിൽ പഠിക്കുന്നത് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡെമോക്രാറ്റിക് ക്യാപിറ്റലിസം എന്താണ്, അതോറിറ്റേറിയൻ സോഷ്യലിസം എന്താണ്, പൊളിറ്റിക്കൽ ഐഡന്റിറ്റി അതിനെ ബേസ് ചെയ്ത് പഠിക്കുന്നുണ്ട്. അതുകണക്ക് തന്നെ നാഷണൽ മെമ്പർഷിപ്പ്, ക്ലാസ്, സ്റ്റേറ്റസ്, ഹെജിമണി എല്ലാം പഠിക്കുന്നുണ്ട്. എന്താണ് ഡെമോക്രാറ്റിക് ക്യാപിറ്റലിസം എന്ന് പറഞ്ഞാൽ? ജനാധിപത്യപരമായിട്ട് മുതലാളിത്തം, നമുക്കറിയാമല്ലോ നമ്മുടെ എക്കണോമിക്കലി നമ്മൾ പഠിച്ചാണ് ക്യാപിറ്റലിസം. അപ്പം ഡെമോക്രാറ്റിക് ക്യാപിറ്റലിസം. അത് കണക്ക് തന്നെ അതോറിറ്റേറിയൻ സോഷ്യലിസം. സോഷ്യലിസമാണ് ശരിക്കും നമ്മുടെ രാജ്യത്ത് എക്സിസ്റ്റ് ചെയ്യുന്നത്. എന്നാൽ അധികാരം ഉള്ളവരും ഉണ്ട്. അപ്പൊ അധികാരം, ഒരു പ്രോപ്പർ അധികാരം അതോറിറ്റേറിയൻ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈവൻ ഡെമോക്രസി എക്സിസ്റ്റ് ചെയ്താൽ പോലും, സോഷ്യലിസം എക്സിസ്റ്റ് ചെയ്താലും കൺട്രി പ്രോപ്പർ എന്ത് ചെയ്യത്തില്ല, റൺ ചെയ്യത്തില്ല. അതിന് വേണ്ടുന്ന ആ അതോറിറ്റേറിയൻ സോഷ്യലിസം ഉണ്ടായിരിക്കണം. അത് കണക്ക് തന്നെ പൊളിറ്റിക്കൽ ഐഡന്റിറ്റി നമുക്കതറിയാലോ. പൊളിറ്റിക്കൽ ഐഡന്റിറ്റി അത് കണക്ക് നാഷണൽ, ഓരോ സിറ്റിസൺഷിപ്പ് എന്ന് പറഞ്ഞ സംഭവം, നാഷണൽ മെമ്പർഷിപ്പ്, പിന്നെ ക്ലാസ്, നമ്മുടെ സ്റ്റേറ്റസ്, ഹെജിമണി നോക്കുന്നുണ്ട്. അധികാരം, ഇതൊക്കെയാണ് ശരിക്കും എന്ത് ചെയ്യുന്നത്? അധികാരം ഒക്കെയാണ് ശരിക്കും ഇപ്പൊ പൊളിറ്റിക്കൽ സയൻസിന്റെ ഏരിയ ഓഫ് സ്റ്റഡി എന്ന് പറയുന്നത്. ഇത് പൊളിറ്റിക്കൽ സയൻസിൽ ഈ ഒരു ചേഞ്ച് ഉണ്ടാവുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു ഗ്ലോബലൈസേഷന് ശേഷമാണ്. അതിന് മുന്നൊരു ഫാക്ടർ പറയുവാണെങ്കിൽ വേൾഡ് വാർ 2, ആ ഒരു ബിഹേവിയറൽ ചേഞ്ച്, വേൾഡ് വാർ 2-ന് ശേഷം ഉണ്ടായ ഒരു ബിഹേവിയറിസം, അഡ്വെന്റ് ഓഫ് ബിഹേവിയറിസം, ആ ഒരു ബിഹേവിയറൽ ചേഞ്ചിനാണ് ശരിക്കും പൊളിറ്റിക്കൽ സയൻസിന്റെ സബ്ജക്റ്റ് ഏരിയ മാറിപ്പോകുന്നത് എന്നും പറയാം. ഓക്കെ, അപ്പം വേൾഡ് വാർ 2-ന് ശേഷം എന്ത് ചെയ്തു? അതുവരെ വെസ്റ്റേൺ യൂറോപ്യൻ കൺട്രീസിനായിരുന്നു ഇമ്പോർട്ടൻസ്. വേൾഡ് വാർ 2-ന് കഴിഞ്ഞപ്പോൾ ഈ യൂറോപ്യൻ കൺട്രീസിന്, ഇപ്പൊ ജർമ്മനി, ഫ്രാൻസ്, ഇറ്റലി, ഇതിന്റെയൊക്കെ ഒരു ഇമ്പോർട്ടൻസ് എൻഡ് ചെയ്യുകയും തേർഡ് വേൾഡ് കൺട്രീസ് എമർജ് ചെയ്യുകയും ചെയ്യും. ആഫ്രിക്ക, ഏഷ്യൻ കൺട്രീസ്, ഇവരൊക്കെ എന്ത് ചെയ്യും? ഇപ്പൊ ഇന്ത്യ നോക്കുവാണെങ്കിൽ ഇന്ത്യ അത് കണക്ക് തന്നെ ഇവരൊക്കെ എന്ത് ചെയ്യും? ഒരു പുതിയ ഒരു ഗ്രൂപ്പ്, നമുക്കറിയാം, ഇതൊക്കെ അറിയാവുന്നതല്ലേ, വേൾഡ് വാർ 2-ന് ശേഷം നാം വരുന്നു, നോൺ അലൈൻമെന്റ് മൂവ്മെന്റ് വരുന്നു. അവിടെ ഒരു ഗ്രൂപ്പ് ഓഫ് കൺട്രീസ് ഫോം ചെയ്യുന്നു. ഇപ്പൊ ഇന്ത്യ, ഇന്തോനേഷ്യ, സൗത്ത് ആഫ്രിക്ക, ഇങ്ങനെയുള്ള ഒരു ഗ്രൂപ്പ് വരുന്നു. അപ്പൊ ഇവരൊക്കെ എന്ത് ചെയ്യുന്നു? പുതിയ ഒരു പവറായിട്ട് എമർജ് ചെയ്യുന്നു. അവരുടെ ഹെജിമണി ആരംഭിക്കുന്നു. അതുവരെ ഉണ്ടായിരുന്ന ഒരു ഡൊമിനൻസ് ഓഫ് വെസ്റ്റേൺ കൺട്രീസ് എൻഡ് ചെയ്യുന്നു. ഇവിടെയൊക്കെയാണ് ഒരു ക്യാപിറ്റലിസ്റ്റ് ഷിഫ്റ്റ്, അല്ലെങ്കിൽ ഒരു എക്കണോമിക്കലി അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കലി ഷിഫ്റ്റ് ഉണ്ടാവുന്നത്. ഈ ഷിഫ്റ്റ് ആണ് പൊളിറ്റിക്കൽ സയൻസിന്റെ ഏരിയ
ഓഫ് സ്റ്റഡി മാറാനും കാരണമാകുന്നത് വേൾഡ് വാർ ടൂവിന് ശേഷം. ഓക്കെ, അതിനുശേഷം പോസ്റ്റ് കോൾഡ് വാർ പീരീഡ്. കോൾഡ് വാർ അറിയാലോ, വേൾഡ് വാർ ടൂവിന് ശേഷം എന്താണ് ഈ രാജ്യങ്ങൾ, നമ്മുടെ സോവിയറ്റ് യൂണിയനും അമേരിക്കയും തമ്മിൽ ഒരു യുദ്ധമില്ല, എന്നാൽ യുദ്ധം നടക്കുന്ന പോലത്തെ അവസ്ഥ, ശീതയുദ്ധം, കോൾഡ് വാർ പീരീഡ് എന്ത് ചെയ്യും, നടക്കും. ഈ കോൾഡ് വാർ പീരീഡിലാണ് കുറേ ഗ്രൂപ്പുകൾ ഫോം ചെയ്യും. ഇപ്പം യൂറോപ്യൻ മാർക്കറ്റ്, അത് കണക്ക് തന്നെ നാറ്റോ, നോർത്ത് അതുപോലെ നോർത്ത് അമേരിക്കൻ ഫ്രീ ട്രേഡ് അഗ്രിമെന്റുകൾ, നാഫ്ത, അത് കണക്ക് തന്നെ WTO, പിന്നീട് കുറെ റീജിയണൽ പൊളിറ്റിക്കൽ ബോഡികൾ ഫോം ചെയ്യും. ഇപ്പോൾ യൂറോപ്യൻ യൂണിയൻ, യുണൈറ്റഡ് നേഷൻസ്, നോൺ അലൈൻമെന്റ് മൂവ്മെന്റ്, ആഫ്രിക്കൻ യൂണിയൻ, അത് കണക്ക് തന്നെ ഏഷ്യൻ കൺട്രീസ്, ഇങ്ങനെയുള്ള കുറേ ഗ്രൂപ്പുകൾ ഫോം ചെയ്യും. എന്ന് പറഞ്ഞാൽ ഇവരുടെ ഒരു പൊളിറ്റിക്കൽ സിസ്റ്റം ഹോൾ വേൾഡിൽ മാറിക്കൊണ്ടിരിക്കുക. അപ്പം നമ്മൾ എന്ത് ചെയ്യും, വേൾഡ് മാറിയാൽ നമുക്ക് അതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും, പഠനവും മാറും. ഇങ്ങനെ ഒരു പുതിയ പൊളിറ്റിക്കൽ കമ്മ്യൂണിറ്റികൾ എമർജ് ചെയ്തു. അപ്പം നമ്മുടെ അങ്ങനെ ആ പുതിയ റൈറ്റുകൾ, ആളുകളുടെ ഐഡന്റിറ്റി, റിലീജിയൻ, പൊളിറ്റിക്കൽ ഡെവലപ്മെന്റുകളെല്ലാം ഉണ്ടായി. അപ്പം എന്ത് ചെയ്യുന്നു, സബ്ജക്റ്റ് ഓഫ് സ്റ്റഡി മാറിപ്പോയി. ഇങ്ങനെ ഇതിനുശേഷം പൊളിറ്റിക്കലി നമ്മൾ കുറേ പുതിയ പുതിയ ഐഡിയോളജികൾ ഡെവലപ്പ് ചെയ്യും. എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം സെക്യുലറിസം, ഇമിഗ്രേഷൻ പൊളിറ്റിക്സ്, അതായത് ഇമിഗ്രന്റ് പൊളിറ്റിക്സ്, എക്കോളജി പഠിക്കാൻ തുടങ്ങി. പിന്നെ ഇപ്പം ട്രാൻസ്ജെൻഡർ, LGBTQ, എത്നിക് ഇഷ്യൂസ്, ഇങ്ങനെയുള്ള പുതിയ പുതിയ ഗ്ലോബലൈസേഷന് ശേഷമുള്ള നമ്മൾ ഒരു മേജറായ ഒരു സ്റ്റഡി ഏരിയ ഫുൾ ചേഞ്ച് ചെയ്യുക, ഷിഫ്റ്റ് ചെയ്യുകയാണ് ശരിക്കും ചെയ്യുന്നത്. ഇതാണ് പൊളിറ്റിക്കൽ സയൻസിലേക്ക് വരുന്നത്. അപ്പോൾ പൊളിറ്റിക്കൽ സയൻസ് അതുവരെ നടന്നിരുന്ന പഠനത്തിൽ നിന്ന് ഷിഫ്റ്റിംഗ് ഉണ്ടായപ്പോൾ ഈ ഒരു ഐഡിയ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ നമുക്ക് പഠിക്കുക, ഇമിഗ്രേഷൻ പഠിക്കുക, അല്ലെങ്കിൽ മൈഗ്രേഷൻ പഠിക്കുക. ഈ മൈഗ്രേഷൻ പഠിക്കുമ്പം നമുക്ക് പൊളിറ്റിക്കൽ സയൻസ് ബേസ് ചെയ്തിട്ട് മാത്രം പഠിക്കാൻ പറ്റില്ല. അതിൽ സോഷ്യൽ ഫാക്ടേഴ്സ് ഉണ്ട്, എക്കണോമിക് ഫാക്ടേഴ്സ് ഉണ്ട്, സൈക്കോളജിക്കൽ ചേഞ്ച് ഉണ്ട്. അപ്പം ഒരു ഇന്റർ ഡിസിപ്ലിനറി സബ്ജക്റ്റ് ആയിട്ട് പൊളിറ്റിക്കൽ സയൻസ് മാറും. പല സബ്ജക്റ്റുകളിൽ നിന്നും അവിടുന്ന് ഇവിടുന്ന് എന്ത് ചെയ്യും, കുറേ കാര്യങ്ങൾ നമ്മൾ കടമെടുത്ത് പഠിക്കാൻ തുടങ്ങും. അപ്പോൾ പല സബ്ജക്റ്റിന്റെയും കണക്ട്നെസ് എവിടെ കാണാം, പൊളിറ്റിക്കൽ സയൻസിൽ കാണാൻ പറ്റും. അപ്പോൾ ഇതേ ഉള്ളൂ പൊളിറ്റിക്കൽ സയൻസിൽ. അപ്പോൾ റീസെന്റ് ആയിട്ട് നമുക്ക് നോക്കുവാണെങ്കിൽ ട്രാൻസ്നാഷണലിസം, സെക്യുലറിസം, കമ്മ്യൂണിസം അല്ല കമ്മ്യൂണലിസം, പിന്നെ ഐഡന്റിറ്റി പൊളിറ്റിക്സ്, ന്യൂ മീഡിയ അജണ്ട, അതായത് മീഡിയ എന്ന് പറഞ്ഞ സംഭവം, ഇതെല്ലാം എന്താണ്, പൊളിറ്റിക്കൽ സയൻസിൽ സ്റ്റഡിയിൽ ഉൾപ്പെടുന്നവയാണ്. ഇനി നോക്കുവാണെങ്കിൽ സോഷ്യോളജിയും പൊളിറ്റിക്കൽ സയൻസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് പഠിക്കാം. നേരത്തെ പറഞ്ഞിരുന്നല്ലോ ഇന്റർ റിലേറ്റഡ്നെസ് ഉണ്ടെന്ന്, അത് തന്നെ ഇവിടെ എടുത്തവർ കുറച്ചുകൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് പറയുന്നതേ ഉള്ളൂ. ഓക്കെ, ശരിക്കും എന്തൊക്കെയാണ് പഠിക്കുന്നത്, പവർ, അധികാരം, അതോറിറ്റി സ്ട്രക്ചറുകൾ, അഡ്മിനിസ്ട്രേഷൻ, ഭരണരീതി എന്താണ്, ഗവർണൻസ് എന്താണ്, ശരിക്കും ഇതാണ് ശരിക്കും പഠിക്കുന്നത്. ഓക്കെ, ഈ രണ്ട് ഡിസിപ്ലിനുകളിലും ഈ രണ്ട്, ഇപ്പം നമ്മൾ സോഷ്യോളജി എടുത്താലും നമുക്ക് പൊളിറ്റിക്കൽ സയൻസ് എടുത്താലും തേർഡ് പാർട്ടി ഡിസിപ്ലിനുകൾ, മറ്റ് ഡിസിപ്ലിനുകൾ കടന്നു വരും. ഏതൊക്കെയാണ്, എക്കണോമിക്സ്, ഹിസ്റ്ററി, ആന്ത്രോപോളജി, സൈക്കോളജി, ഇതെല്ലാം കടന്നു വരും. അപ്പൊ ഇങ്ങനെ പൊളിറ്റിക്കൽ സയൻസിനെയും അതേപോലെ നമുക്ക് സോഷ്യോളജിയെയും അല്ലെങ്കിൽ മറ്റ് ഡിസിപ്ലിനുകളെയും സെപ്പറേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റില്ല എന്ന് പ്രൂവ് ചെയ്ത കുറേ എക്കണോമിസ്റ്റുകളുണ്ട്, സോഷ്യോളജിസ്റ്റുകളുണ്ട്. എക്സാമ്പിളായിട്ട് കാൾ മാർക്സ്, പിന്നെ അതേപോലെ തന്നെ വെബർ, ഗ്രാംസ്കി, പരേറ്റോ, നമ്മൾ നേരത്തെ പറഞ്ഞ വിൽഫ്രെഡോ പരേറ്റോനെ പറ്റി, പാഴ്സൺ, മോസ്ക, ഇവരെല്ലാം എന്താണ്, ഈ ഡെവലപ്മെന്റ് ഓഫ് ബോത്ത് ദി ഡിസിപ്ലിൻസിലേക്കും കോൺട്രിബ്യൂട്ട് ചെയ്ത വ്യക്തികളാണ്. ഇനി ഇതേപോലെ തന്നെ ഈ ഒരു ഐഡിയോളജി സ്പ്രെഡ് ചെയ്യുന്ന മറ്റൊരു വ്യക്തിയാണ് ഹറോൾഡ് ലാസ്വെല്ലിന്റെ ഒരു ട്രീറ്റി അല്ലെങ്കിൽ ഒരു ബുക്ക് എന്ന് നമുക്ക് പറയാം, പൊളിറ്റിക്സ്, ഹൂ ഗെറ്റ്സ് വാട്ട്, വെൻ ആൻഡ് ഹൗ. ഒരാൾക്ക് അല്ലെങ്കിൽ ആർക്ക് എന്ത്, എപ്പോ, എങ്ങനെ കിട്ടുന്നു. ഇതിനകത്താണ് ശരിക്കും പൊളിറ്റിക്കൽ സയൻസും സോഷ്യോളജിയും തമ്മിൽ ഇന്റർ റിലേറ്റഡ്നെസ് ഉണ്ടെന്ന് ആര് പറയുന്നത്, ഹറോൾഡ് പറയുന്നത്. അപ്പം ആ ഒരു ഷിഫ്റ്റ് ഓഫ് സ്റ്റഡി നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. ഈ കണ്ടംപററി ഗ്ലോബലൈസ്ഡ് വേൾഡിലാണ് ഇങ്ങനെ ഒരു ഇന്റർ ഡിസിപ്ലിനറി അപ്രോച്ച് ഡെവലപ്പ് ചെയ്തത്. സോഷ്യോളജി എന്ന് പറഞ്ഞാൽ സൊസൈറ്റിയെ പറ്റിയുള്ള പഠനമാണ്. സൊസൈറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, കുറേ ഗ്രൂപ്പുകളുടെയും ഇൻസ്റ്റിറ്റ്യൂഷനുകളുടെയും കമ്മ്യൂണിറ്റികളുടെയും അസോസിയേഷനുകളുടെയും പീപ്പിളിന്റെയും ഒക്കെ എന്താണ്, ഒരു നെറ്റ്വർക്കാണ്. ആ നെറ്റ്വർക്കിൽ ഇപ്പം ഒരാള്
അല്ലെങ്കിൽ ഒരു ജനത എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, അവർക്ക് പ്രോപ്പറായ ഒരു റൂളിംഗ് സിസ്റ്റം ഉണ്ടാവണം, അവരെ റൂൾ ചെയ്യാൻ ഒരാളുണ്ടാവണം, റൂൾ ചെയ്യാൻ കുറെ റൂളുകൾ ഉണ്ടാവണം, അതായത് ലോകൾ ഉണ്ടാവണം. ഇതെല്ലാം ശരിക്കും എന്താണ് ഒരു സൊസൈറ്റിയുടെ ഡെയിലി റണ്ണിങ് അല്ലെങ്കിൽ അതിന്റെ എവല്യൂഷൻ, അതിന്റെ കണ്ടിന്യൂസിനെ ബാധിക്കുന്ന ഘടകങ്ങളാണ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ എന്താണ് പൊളിറ്റിക്കൽ സയൻസ് അല്ലെങ്കിൽ എന്ന് പറഞ്ഞ വരുന്നൊരു എലമെന്റ് ആണ്. അപ്പൊ സോഷ്യോളജിയിലേക്ക് എന്ത് കടന്നു വന്നു? പൊളിറ്റിക്കൽ സയൻസ് കടന്നു വന്നു. A society can be imagined without polity. Polity ഇല്ലാത്ത ഒരു എന്തിനേയും സൊസൈറ്റിയെ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റില്ല. അപ്പൊ പൊളിറ്റിക്കൽ ലൈഫിൽ നിന്ന് സോഷ്യൽ ലൈഫിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, സോഷ്യോളജി ടു എസെൻഷ്യലി റിഫ്ലക്ട് ഓൺ സ്റ്റേറ്റ്. ഇതെല്ലാം പറഞ്ഞ കാര്യങ്ങൾ തന്നെ അവർ വേറെ വേറെ കുറെ വേർഡ്സ് ഉപയോഗിച്ച് പറഞ്ഞേക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾ എല്ലാം കൂടെ ഒന്നും വൈവലിച്ച് എഴുതാൻ നിൽക്കണ്ട. അപ്പൊ ഒരു സോഷ്യൽ വേൾഡിലെ സ്റ്റേറ്റസിനെയാണ് സോഷ്യോളജി കാണിക്കുന്നത്. നമ്മൾ സോഷ്യൽ ഇഷ്യൂസിനെ പറ്റി പഠിക്കേണ്ടി വരുന്നു. അപ്പൊ സോഷ്യൽ ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹ്യൂമൻ സൊസൈറ്റിയിലാണ് പഠിക്കുന്നത്, അവർ തമ്മിലുള്ള സോഷ്യൽ റിലേഷൻഷിപ്പിലുള്ള നെറ്റ്വർക്കിലാണ് പഠിക്കുന്നത് ആണേ. അപ്പോൾ എന്തൊക്കെയാണ് പഠിക്കുന്നത്? സബ്ജക്ട് ഓഫ് മാറ്റർ എന്തൊക്കെയാന്ന് വെച്ചാൽ കാസ്റ്റ് ആൻഡ് പൊളിറ്റിക്സ്, എത്തനിസിറ്റി, കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട്. നമ്മുടെ എത്തനിസിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ആര്യനാണോ ദ്രാവിഡിയനാണോ ഇതൊക്കെയാണ് നമ്മുടെ എത്തനിസിറ്റി പറയുന്നത്. നമ്മുടെ കാസ്റ്റ് എന്താണ്, നമ്മുടെ പൊളിറ്റിക്കൽ ഐഡന്റിറ്റി എന്താണ്, നമ്മുടെ എക്കണോമിക് കണ്ടീഷൻ എന്താണ്, നമ്മുടെ ലിംഗ്വിസ്റ്റിക് അഫിലിയേഷൻ, നമ്മുടെ ഭാഷാപരമായിട്ട് നമ്മൾ എങ്ങനെയാണ്, ഇതൊക്കെയാണ് ശരിക്കും എന്ത് ചെയ്യുന്നത് ഈ ഒരു സബ്ജക്ട് ഓഫ് സ്റ്റഡി ആയിട്ട് രണ്ട് സബ്ജക്റ്റിൽ കോമൺ ആയിട്ട് വരുന്നത്. ഇനി ഓക്കെ, ജെയ്നൻ ഡോഷി പൊളിറ്റിക്കൽ സയൻസിന്റെ എന്താണ് ഒരു പൊളിറ്റിക്കൽ സയൻസിന്റെയും സോഷ്യോളജിയുടെ ഇന്റർ റിലേഷനെ പറ്റിയിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് അനാലിസിസ് നടത്തിയേക്കുന്ന ഒരാളാണ്. രണ്ടുപേരാണ് ജെയ്നും ഡോഷിയും. അവരങ്ങനെയാണ് പൊളിറ്റിക്കൽ സോഷ്യോളജി എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയൊരു ഡിസിപ്ലിൻ ഡെവലപ്പ് ചെയ്യുന്നത്. ആൽമണ്ട് കോൾമാന്റെ ഒരു പുസ്തകമാണ് പൊളിറ്റിക്സ് ഓഫ് ഡെവലപ്പിംഗ് ഏരിയാസ്. അതേപോലെ രജനി കോത്താരിയുടെ പൊളിറ്റിക്സ് ഇൻ ഇന്ത്യ. ഇതെല്ലാം എന്താണ്? ഇപ്പൊ പൊളിറ്റിക്സ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സോഷ്യൽ സിസ്റ്റത്തിൽ പൊളിറ്റിക്സ് എന്തുമാത്രം ഇൻഫ്ലുവൻസ് ഉണ്ട്, ഇതാണ് ശരിക്കും കോത്താരി അതിനകത്ത് പഠിച്ചേക്കുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ സോഷ്യോളജിയുടെയും പൊളിറ്റിക്കൽ സിസ്റ്റത്തിന്റെയും പൊളിറ്റിക്കൽ സയൻസിന്റെയും കൂടെ ഇന്റർ റിലേഷൻ ഉണ്ട് എന്ന് പ്രൂവ് ചെയ്ത് പോയേക്കുന്ന. അപ്പൊ അങ്ങനെ പ്രൂവ് ചെയ്തെന്ന് പറഞ്ഞാൽ അത് പ്രൂവ് ചെയ്യാൻ വേണ്ടി എഴുതിയ ബുക്കല്ല, എന്താണ് ഇത് രണ്ടിനെയും കൂടെ ഒന്നിച്ച് ചേർത്ത് എഴുതപ്പെട്ട പുസ്തകങ്ങളാണ് ഇതൊക്കെ. ഒരുപാട് പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, അസോസിയേഷൻ, ഓർഗനൈസേഷൻ, ഇൻട്രസ്റ്റ് ഗ്രൂപ്പ്, ഇതെല്ലാമാണ് എന്ത് ചെയ്യുന്നത് ഒരു സൊസൈറ്റിയിൽ ഇതിനൊക്കെ ഇതിനൊക്കെ എക്സിസ്റ്റൻസ് ഉണ്ട് എന്ന് കാണിക്കുന്ന പുസ്തകങ്ങളാണ് ഇവ. ഏതൊക്കെയാ? ആൽമണ്ട് കോൾമാന്റെ പൊളിറ്റിക്സ് ഓഫ് ഡെവലപ്പിംഗ് ഏരിയാസും രജനി കോത്താരിയുടെ പൊളിറ്റിക്സ് ഇൻ ഇന്ത്യയും. അതുപോലെ ജെയ്നൻ ഡോഷി അവരുടെ ബുക്കുണ്ട്, ബുക്കിന്റെ പേര് പറയുന്നില്ല. പക്ഷെ അവരുടെ പ്രവർത്തനം മൂലമാണ് എന്ത് ചെയ്യുന്നത് പൊളിറ്റിക്കൽ സോഷ്യോളജി എന്ന് പറഞ്ഞ ഒരു ഡിസിപ്ലിൻ ഡെവലപ്പ് ചെയ്യുന്നത്. ഇനി പൊളിറ്റിക്കൽ സോഷ്യോളജി നമ്മൾ എല്ലാ ചാപ്റ്ററിലും പറയുന്നതല്ലേ, ഡിസിപ്ലിൻ രണ്ടുകൂടെ ഇന്റർ റിലേറ്റ് ചെയ്തിട്ട് നമുക്കൊരു പുതിയൊരു സബ് ഡിസിപ്ലിനെ പറ്റി എടുത്ത് പഠിക്കാനുണ്ടാവും. ഈ ചാപ്റ്ററിലേക്ക് വരുന്നത് പൊളിറ്റിക്കൽ സോഷ്യോളജി എന്ന് പറഞ്ഞ സാധനമാണ്. പൊളിറ്റിക്കൽ സോഷ്യോളജി എന്ന് പറഞ്ഞാൽ സോഷ്യോളജിയും പൊളിറ്റിക്കൽ സയൻസിനെ ഇവിടെ കണക്ട് ചെയ്യുമ്പോൾ ബ്രിഡ്ജ് ചെയ്യുമ്പോൾ ഉണ്ടായ ഒരു സബ്ജക്റ്റ് ആണ്. എന്ത് ചെയ്യുന്നുണ്ട്, ഇതൊരു ഗിവ് ആൻഡ് ടേക്ക് റിലേഷൻഷിപ്പ്, ഒരു 2-way ട്രാഫിക് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു കാര്യം അത് പിന്നെ പറയാം. ഇനി പൊളിറ്റിക്കൽ സോഷ്യോളജി അപ്പൊ ഇത് പൊളിറ്റിക്കൽ സോഷ്യോളജിയെ ഒരുപാട് സ്കോളേഴ്സ് പറയുന്നത് ഇങ്ങനെയാണ്. പൊളിറ്റിക്കൽ സോഷ്യോളജി എന്ന് പറഞ്ഞാൽ സോഷ്യോളജിയും പൊളിറ്റിക്കൽ സയൻസും തമ്മിൽ കല്യാണം കഴിച്ചപ്പോൾ ഉണ്ടായ ഒരു പ്രോഡക്റ്റ് ആണ്. എന്നുവെച്ചാൽ കാരണം സോഷ്യോളജിക്കലി ഇമ്പോർട്ടൻ്റ് ആയ ക്രിട്ടിക്കലി ഇമ്പോർട്ടൻ്റ് ആയ കുറേ ഏരിയകളാണ് പൊളിറ്റിക്കൽ സോഷ്യോളജി പഠിക്കുന്നത്. പൊളിറ്റിക്കൽ സോഷ്യോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊളിറ്റിക്കൽ സയൻസിൽ ഉള്ള കുറേ ലാക്യുന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ എംപ്റ്റിനെസ്, നമുക്ക് കുറെ കാര്യങ്ങൾ നമ്മൾ വിട്ടുപോയി, ആ ഒരു വിട്ടുപോയ ഭാഗങ്ങൾ പൂരിപ്പിക്കാൻ സഹായിക്കുന്ന സബ്ജക്റ്റ് ആണ് പൊളിറ്റിക്കൽ സോഷ്യോളജി എന്ന് പറയുന്നത്. പൊളിറ്റിക്സ് ആൻഡ് സോഷ്യോളജി ഇന്റർ കണക്ഷൻ ആണ്. കാരണം പൊളിറ്റിക്സ്, സോഷ്യൽ ആസ്പെക്ട് ഓഫ് പൊളിറ്റിക്സ് ആണ് ശരിക്കും പഠിക്കുന്നത്. ഇവിടെ സൊസൈറ്റി, അതിന്റെ സോഷ്യൽ ഓർഗൻസ്, ഇതിന്റെ എല്ലാം സ്ട്രക്ചർ, അവരുടെ പൊളിറ്റിക്സ് എന്താണ്, അവരുടെ പോളിസീസ് എന്താണ് എന്നാണ് ശരിക്കും പൊളിറ്റിക്കൽ സോഷ്യോളജി പഠിക്കുന്നത്. ഇനി ഇതൊരു എന്താണ് ശരിക്കും സോഷ്യോളജിയുടെ ഒരു ക്രൂഷ്യൽ സബ് ഫീൽഡാണ്, ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സബ് ഫീൽഡാണ്. സോഷ്യോളജിക്കലി ഇമ്പോർട്ടൻ്റ് ആയ കുറേ കൺസെപ്റ്റുകൾ പൊളിറ്റിക്കൽ സോഷ്യോളജിയിൽ വരുന്നുണ്ട്. അതിന്റെ പൊളിറ്റിക്സ് പഠിക്കുമ്പോഴാണ് ശരിക്കും എന്ത് ചെയ്യുന്നത് പൊളിറ്റിക്കൽ സോഷ്യോളജി എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇപ്പൊ പബ്ലിക് ഏജൻസീസ്, ഗ്രൂപ്പ്, ഫാമിലി, ഏജന്റ് ഓഫ് സോഷ്യലൈസേഷൻ, ഇതെല്ലാം എവിടെ പഠിക്കുന്നുണ്ട്?
പൊളിറ്റിക്കൽ സോഷ്യോളജിയുടെ സബ്ജക്ട് മാറ്റേഴ്സ് ആണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ വോട്ടിംഗ് ബിഹേവിയറിനെ പറ്റി പഠിച്ചു, പൊളിറ്റിക്കൽ എക്കോളജിയെ പറ്റി പഠിച്ചു, പൊളിറ്റിക്കൽ കമ്മ്യൂണിറ്റിയെ പറ്റി പഠിക്കുന്നു. എല്ലാം പൊളിറ്റിക്കൽ സോഷ്യോളജിക്കകത്ത് വരുന്നുണ്ട്. ഇനി ആന്റണി ഗിഡൻസ് അദ്ദേഹത്തിന്റെ സോഷ്യൽ തിയറി ഓൺ ഇന്റർനാഷണൽ റിലേഷൻസ് ആൻഡ് യൂറോപ്യൻ സ്റ്റഡീസ്, ഇതാണ് ആന്റണി ഗിഡൻസിന്റെ പൊളിറ്റിക്കൽ സോഷ്യോളജിയുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നൊരു പുസ്തകം. വെബറിന്റെ അനാലിസിസ് ഓഫ് സ്പിയേഴ്സ് ഓഫ് ലൈഫ് ആൻഡ് ബോർഡിയുടെ അനാലിസിസ് ഓഫ് പൊളിറ്റിക്സ് ലൈക്ക് എനി അതർ ഏരിയ ഓഫ് സോഷ്യൽ ആക്ടിവിറ്റി. ഇത്രയും വേണ്ട, ഇങ്ങനെ പറഞ്ഞാൽ മതി. നമ്മൾ എസ് എഴുതുമ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം: പൊളിറ്റിക്കൽ സോഷ്യോളജിയുടെ ഡെവലപ്മെന്റിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അല്ലെങ്കിൽ പ്രൊമിനൻ്റ് ആയിട്ട് കോൺട്രിബ്യൂഷൻ നടത്തിയ അല്ലെങ്കിൽ അതിന്റെ പയനിയേഴ്സ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റുന്ന വ്യക്തികളാണ് ആന്റണി ഗിഡൻസ്, വെബർ, അത് കണക്ക് ബോർഡ്യൂ. ആന്റണി ഗിഡൻസ് എന്ത് പഠിച്ചു? യൂറോപ്യൻ സ്റ്റഡീസ്, അതായത് യൂറോപ്യൻ കൺട്രീസിന് ഇന്റർനാഷണൽ റിലേഷൻസ് എന്തൊക്കെയാണെന്ന് പഠിച്ചു. വെബർ നമ്മുടെ സ്പിയേഴ്സ് ഓഫ് ജീവിതത്തിന്റെ പല സ്പിയേഴ്സ് ഓഫ് ഇതിനെ എന്തൊക്കെയാണ് ഘട്ടങ്ങളെ പറ്റി പഠിച്ചു. ബോർഡ്യൂ പൊളിറ്റിക്സിനെയും സോഷ്യോളജിയെ ഏതൊരു സോഷ്യൽ ആക്ടിവിറ്റിയെയും പോലെ പൊളിറ്റിക്സ് എന്താണ്, പൊളിറ്റിക്സിന്റെ ഒരു തറോ അനാലിസിസ് നടത്തി. ഇതൊക്കെ എന്താണ് പൊളിറ്റിക്കൽ സയൻസ് സോഷ്യോളജി എന്താണ് പൊളിറ്റിക്കൽ സോഷ്യോളജിയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഘടകങ്ങളാണ്. ഇനി ഇമ്പോർട്ടൻ്റ് ആയ ഒരു സാധനമാണ് പൊളിറ്റിക്കൽ സോഷ്യോളജി. നമ്മൾ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്ന പൊളിറ്റിക്കൽ സോഷ്യോളജി, സോഷ്യോളജി ഓഫ് പൊളിറ്റിക്സ്. പേര് കേൾക്കുമ്പോൾ ഒന്നാണെന്ന് തോന്നുമെങ്കിലും ഇവരുടെ സബ്ജക്റ്റ് ഓഫ് സ്റ്റഡി ഒന്നാണെങ്കിലും ഇവർ തമ്മിൽ വളരെ വലിയൊരു ഡിഫറൻസ് ഉണ്ട്. എന്താണെന്ന് നോക്കാം. പൊളിറ്റിക്കൽ സോഷ്യോളജിയും സോഷ്യോളജി ഓഫ് പൊളിറ്റിക്സും രണ്ടും സോഷ്യോളജിയുടെ സബ് ഫീൽഡാണ്. പക്ഷേ എന്താണ് പൊളിറ്റിക്കൽ പ്രോസസ്സിനെ പറ്റിയും അവരുടെ ഇൻസ്റ്റിറ്റ്യൂഷണൽ മെക്കാനിസവും ഒക്കെ തന്നെയാണ് രണ്ട് സബ്ജക്റ്റുകളും പഠിക്കുന്നത്. വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ പൊളിറ്റിക്കൽ സോഷ്യോളജി ഫോക്കസസ് ടു എക്സ്പ്ലെയിൻ ആൻഡ് അണ്ടർസ്റ്റാൻഡ് പൊളിറ്റിക്കൽ ഫിനോമിന ആൻഡ് പ്രോസസ്. അതായത് ഇപ്പം നമ്മൾ സോഷ്യോളജി ഓഫ് പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പൊളിറ്റിക്സ് ആണ് അവരുടെ മെയിൻ സബ്ജക്റ്റ്. അല്ലാതെ അതിൻ്റെ സോഷ്യൽ ഫാക്ടേഴ്സിന് സൊസൈറ്റിയിലെ മറ്റ് കാര്യങ്ങളെ പറ്റി, അൺഎംപ്ലോയ്മെന്റ് അല്ലെങ്കിൽ പൊളിറ്റിക്സ് അൺഎംപ്ലോയ്മെന്റിനെ എന്തുമാത്രം ബാധിക്കുന്നു, ഇങ്ങനെയുള്ള സോഷ്യൽ ഫാക്ടേഴ്സിനെ അല്ല അവർ പഠിക്കുന്നത്. അപ്പം അവർ പഠിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞ സാധനം, അതിൻ്റെ ഡെവലപ്മെന്റ്, അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ അവരുടെ റൂൾ എന്താണ്, അവരുടെ പ്രവർത്തന രീതി എന്താണ്, അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങൾ എവിടെയൊക്കെയുണ്ട്, അവർ കൊണ്ടുവന്ന മാറ്റങ്ങൾ എന്താണ്. അപ്പം പൊളിറ്റിക്സിന്റെ സോഷ്യോളജി പഠിക്കുന്നതിനെയാണ് സോഷ്യോളജി ഓഫ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. അതേസമയം പൊളിറ്റിക്കൽ സോഷ്യോളജി എന്ന് പറഞ്ഞാൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആയ ഒരു ഏരിയയാണ്. എന്താണ്? ഇപ്പം നമ്മൾ സോഷ്യൽ ഫാക്ടേഴ്സിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടാണ് പൊളിറ്റിക്കൽ സോഷ്യോളജിയിൽ പഠിക്കുന്നത്. മനസ്സിലായോ വ്യത്യാസം? അപ്പോൾ സോഷ്യൽ ഡിറ്റർമിനൻസിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളാണ് പൊളിറ്റിക്കൽ സോഷ്യോളജി. അതേസമയം സോഷ്യോളജി ഓഫ് പൊളിറ്റിക്സിന് നമ്മൾ സോഷ്യൽ അൺഎംപ്ലോയ്മെന്റ്, ഇനീക്വാലിറ്റി, പോവേർട്ടി ഇങ്ങനെയുള്ള സാധനങ്ങൾക്ക് അവർക്ക് ഇമ്പോർട്ടൻസ് ഇല്ല. ഇപ്പം പൊളിറ്റിക്സ് ആൻഡ് സൊസൈറ്റി, സോഷ്യൽ സ്ട്രക്ചർ, പൊളിറ്റിക്കൽ സ്ട്രക്ചർ, അതേപോലെ പൊളിറ്റിക്കൽ ബിഹേവിയർ, സോഷ്യൽ ബിഹേവിയർ, ഇങ്ങനെയൊക്കെയുള്ള ഘടകങ്ങളെ അടുത്ത് പഠിക്കുന്നു പൊളിറ്റിക്കൽ സോഷ്യോളജി. ഓക്കെ, ഇനി ഇപ്പം നമ്മൾ എടുക്കുവാണെങ്കിൽ ഇപ്പം നമുക്ക് എക്സാമ്പിളായിട്ട് പറയുവാണെങ്കിൽ ഒരു പാർട്ടി സിസ്റ്റം എടുത്തു. അവരുടെ ഫംഗ്ഷൻ, അവരുടെ പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഫംഗ്ഷൻ എന്താണ്, അവരുടെ സോഷ്യൽ കണ്ടീഷൻ, അവരുടെ കോണ്ടെക്സ്റ്റൽ ലൊക്കേഷൻ എവിടെയൊക്കെയാണ്, ഇതൊക്കെയാണ് സോഷ്യോളജി ഓഫ് പൊളിറ്റിക്സ് പഠിക്കുന്നത്. ഇതിന് പൊളിറ്റിക്കൽ സോഷ്യോളജിയിലേക്ക് വരുമ്പോൾ സബ്ജക്ട് ഓഫ് സ്റ്റഡി മാറി. ഒരു പൊളിറ്റിക്സിന് ഒരു കാസ്റ്റ് ആൻഡ് സൊസൈറ്റിയിൽ എന്തുമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു കാസ്റ്റ് ഡിവിഷൻ ആണോ അല്ലെങ്കിൽ കാസ്റ്റിന്റെ യൂണിഫിക്കേഷൻ ആണോ പൊളിറ്റിക്സ് ഉദ്ദേശിക്കുന്നത്, ഒരു കാസ്റ്റ് എന്തുമാത്രം പൊളിറ്റിസൈസ് ചെയ്യപ്പെടുന്നുണ്ട്, കാസ്റ്റ് സിസ്റ്റത്തിനെ പൊളിറ്റിക്സ് എന്തുമാത്രം ബാധിക്കുന്നുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ആര് പഠിക്കുന്നത്? പൊളിറ്റിക്കൽ സോഷ്യോളജി പഠിക്കുന്നത്. ഇനി ഓക്കെ, പൊളിറ്റിക്കൽ സോഷ്യോളജി എന്ന് പറഞ്ഞ സബ്ജക്റ്റ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സയൻസിൽ തന്നെ നോക്കുവാണെങ്കിലും നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3-4 കൺസെപ്റ്റുകളാണ് നമ്മൾ പഠിക്കുന്നത്. ഫസ്റ്റ് വൺ പൊളിറ്റിക്കൽ കൾച്ചർ. അറിയാലോ, ഒരു രാജ്യം എടുക്കുക, ഒരു പർട്ടിക്കുലർ ഓരോ കൺട്രിയുടെയും പൊളിറ്റിക്കൽ കൾച്ചർ ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പം നമ്മുടെ ഇന്ത്യ ഒരു മൾട്ടി പാർട്ടി സിസ്റ്റം എക്സിസ്റ്റ് ചെയ്യുന്നൊരു കൺട്രിയാണ്. ഇപ്പം നോക്കുവാണെങ്കിൽ ഇഷ്ടംപോലെ പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ട്, മുക്കിന് പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഓഫീസ് ഉണ്ടായിരിക്കും. അപ്പം അതേസമയം നമ്മൾ ചൈന എടുക്കുകയാണെന്ന് നോക്കിക്കോ, സിംഗിൾ പാർട്ടി സിസ്റ്റം മാത്രമേ ഉള്ളൂ. അവിടെ ആകെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാത്രമേ വരത്തുള്ളൂ. ഇപ്പോൾ അത് കണക്ക് തന്നെ അങ്ങനെ പാർട്ടി സിസ്റ്റം എക്സിസ്റ്റ് ചെയ്യാത്ത നോൺ പാർട്ടി സിസ്റ്റം ഉള്ള കൺട്രികളുണ്ട്. വെസ്റ്റേൺ കൺട്രീസുകളൊന്നും എന്തില്ല, ഇങ്ങനെ ഒരു പാർട്ടി സിസ്റ്റം പ്രൊമിനൻസ് കാണിക്കും, വലിയൊരു പ്രൊമിനൻ്റ് ആയിട്ട് കാണിക്കുന്നില്ല ശരിക്കും പറഞ്ഞാൽ. ഇന്ത്യയുടെ അത്രയൊന്നുമില്ല.
അപ്പൊ ഇതാണ് ശരിക്കും എന്ത് ചെയ്യുന്നത് ആ ഒരു പൊളിറ്റിക്കൽ കൾച്ചർ എന്ന് പറയുന്നത്. 1950-ലാണ് നമ്മൾ ശരിക്കും പൊളിറ്റിക്കൽ കൾച്ചറിന്റെ ഒരു എമർജൻസ് കാണുന്നത്. സോഷ്യൽ ഇഷ്യൂസ് ആൻഡ് പ്രോസസ്സിനെ ഡിഫൈൻ ചെയ്യാനാണ് നമ്മൾ ശരിക്കും പൊളിറ്റിക്കൽ കൾച്ചറിനെ ഉപയോഗിക്കുന്നത്. ഇനി എല്ലാ കൺട്രികൾക്കും ഡിസ്റ്റന്റ് ആയ ഒരു ഡിഫറെന്റ് അവരവരുടേതായ ഒരു പൊളിറ്റിക്കൽ കൾച്ചർ ഉണ്ടായിരിക്കും. നമ്മൾ പൊളിറ്റിക്കൽ കൾച്ചറിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പൊളിറ്റിക്കൽ കൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സെറ്റ് ഓഫ് നോംസ് ആണ്. ഒരു പർട്ടിക്കുലർ കൺട്രിയിൽ അവരെ അപ്പോൾ ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പിൽ പെടുന്ന ഒരു പർട്ടിക്കുലർ പൊളിറ്റിക്കൽ പാർട്ടിയിൽ പെടുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ അവരുടെ നിയമങ്ങൾ, ഇപ്പം കമ്മ്യൂണിസ്റ്റുകാർ ഇങ്ങനെ ഫാസിസത്തിനെ എതിർക്കുന്നു, അല്ലെങ്കിൽ അവർ എന്ത് ചെയ്യുന്നു, സോഷ്യലിസം സ്പ്രെഡ് ചെയ്യുന്നു, പാവപ്പെട്ടവരെ സഹായിക്കുന്നു, ഇങ്ങനെയൊക്കെയുള്ള ഐഡിയ. അപ്പൊ ഇതാണ് അവരുടെ സെറ്റ് ഓഫ് നോംസ്. അവരുടെ ട്രഡീഷൻസ്, അവരുടെ കൺവെൻഷൻ, അവരുടെ വിശ്വാസ രീതികൾ, അവരുടെ വാല്യൂസ്, ഇതെല്ലാം എന്താണ്? ഒരു പർട്ടിക്കുലർ പൊളിറ്റിക്കൽ സിസ്റ്റത്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. ഇതാണ് ശരിക്കും പൊളിറ്റിക്കൽ കൾച്ചറിനെ എന്താക്കുന്നത്, ഡിസ്റ്റിങ്ക്റ്റ് ആക്കുന്നതും ഡിഫൈൻ ചെയ്യുന്നതും ഇത് തന്നെയാണ്. ഓക്കെ, സബ്ജക്റ്റീവ് ഓറിയന്റേഷൻ എന്ന് വെച്ചാൽ ഓരോ പാർട്ടിക്കും അവരവരുടേതായൊരു എന്തുണ്ട്, റൂളുകൾ അല്ലെങ്കിൽ അവരുടെ സിസ്റ്റം ഉണ്ടായിരിക്കും. പൊളിറ്റിക്കൽ കൾച്ചർ എന്ത് ചെയ്യുന്നു? പൊളിറ്റിക്കൽ കൾച്ചർ വെച്ചിട്ടാണ് ഹൗ എക്കണോമിക് ലൈഫ് ദ പീപ്പിൾ ഓർ ടു ബി ഗവേൺഡ്, എങ്ങനെ എന്ത് ചെയ്യണം, ഭരിക്കപ്പെടണം എന്നുള്ളത് നയിക്കുന്നത് അവരുടെ പൊളിറ്റിക്കൽ കൾച്ചറിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. അപ്പോൾ പൊളിറ്റിക്കൽ കൾച്ചർ എങ്ങനെ, ഹൗ പീപ്പിൾ തിങ്ക്, ആളുകൾ എങ്ങനെ ചിന്തിക്കുന്നു, അവരുടെ വിശ്വാസ രീതികൾ എന്തൊക്കെയാണ്, അവരുടെ പൊളിറ്റിക്കൽ ട്രഡീഷനുകൾ എന്തൊക്കെയാണ്, അവരുടെ പൊളിറ്റിക്കൽ ലക്ഷ്യം, ഗോൾ എന്താണ് എന്നാണ് ശരിക്കും എന്തിലേക്ക് പഠിക്കുന്നത്? നമ്മുടെ പൊളിറ്റിക്കൽ കൾച്ചർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം ലിബർട്ടി, ഇക്വാളിറ്റി, സെക്യുലറിസം, ഡെമോക്രസി, ഇതെല്ലാമാണ് ഇന്ത്യയുടെ പൊളിറ്റിക്കൽ കൾച്ചർ എന്ന് പറയുന്നത്. അതായത് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, ജനാധിപത്യം, ഇത്രയുമാണ് ഇന്ത്യയുടെ പൊളിറ്റിക്കൽ കൾച്ചറിലേക്ക് വരുമ്പോഴുള്ള ഐഡിയാസ്. ഇനി ലിബറലിസം, നിയോ ലിബറലിസം, ക്യാപിറ്റലിസം, കമ്മ്യൂണിസം, ഇതെല്ലാം ഡിഫറെന്റ് സെറ്റ് ഓഫ് ഐഡിയോളജീസാണ്. ഇപ്പം ഇന്ത്യയെ നോക്കുവാണെങ്കിൽ നമുക്കറിയാം, നമുക്ക് ലിബറലിസം, നമ്മുടെ സ്വാതന്ത്ര്യമാണ് നമുക്ക് ഏറ്റവും പരമോന്നതമായ ഒരു ഘടകം, അവ ലിബറലിസമാണ്. ഇനി അതേസമയം നമ്മൾ എക്കണോമിക്കലി നോക്കുമ്പോൾ നമ്മൾ എന്താണ്, ഒരു മിക്സ്ഡ് എക്കണോമിയാണ്. നമ്മൾ സോഷ്യലിസ്റ്റും ക്യാപിറ്റലിസ്റ്റും ഐഡിയോളജി എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു കൺട്രിയാണ്. എന്നാൽ ചില രാജ്യങ്ങൾ, ഇപ്പോൾ അമേരിക്ക എടുക്കുവാണെങ്കിൽ അവിടെ ക്യാപിറ്റലിസം മാത്രമേ ഉള്ളൂ. ഇപ്പം അത് കണക്ക് തന്നെ നമുക്കൊരു കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജി ഉണ്ടായിരിക്കും. ചില പാർട്ടികൾക്ക് കമ്മ്യൂണിസം ഉണ്ടായിരിക്കും. ഇങ്ങനെയുള്ള ഡിഫറെന്റ് ഐഡിയോളജികൾ സ്പ്രെഡ് ചെയ്യാൻ എന്ത് ചെയ്യുന്നു, പൊളിറ്റിക്കൽ കൾച്ചർ ഹെൽപ്പ് ചെയ്യുന്നു. അടുത്തതാണ് പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ. പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, സോഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു കണ്ടിന്യൂസ് ലൈഫ് ലോങ് പ്രോസസ്, ലേണിംഗ് പ്രോസസ്സാണ്. പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും? പൊളിറ്റിക്കൽ റോള് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ബിഹേവിയർ കണ്ടിന്യൂസ് ആയി പഠിക്കുന്നതിനെയാണ് പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഒരു പാർട്ടി ബേസിസിൽ അല്ലാതെ പറയുവാണെങ്കിൽ, വീട്ടിൽ നമ്മൾ എങ്ങനെയാണ് നമ്മൾ പെരുമാറേണ്ടത് എന്ന് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ പഠിച്ചു. അപ്പോൾ അവിടെ എന്താണ്, ആ ഒരു സോഷ്യലൈസേഷൻ ആണ് നടക്കുന്നത്. നമ്മൾ സ്കൂളിലേക്ക് പോയി നമ്മുടെ പിയേഴ്സിനോട് എങ്ങനെ പെരുമാറണം, ടീച്ചേഴ്സിനോട് എങ്ങനെ ബഹുമാനം കാണിക്കണം, നമ്മുടെ പഠന രീതി എന്താണ്, ഇതെല്ലാം എന്താണ് സ്കൂളിൽ നിന്നാണ് പഠിക്കുന്നത്. അപ്പോൾ ഒരു പൊളിറ്റിക്കൽ സിസ്റ്റം, ആ ഒരു പൊളിറ്റിക്കൽ സിസ്റ്റം, ഞാൻ നേരത്തെ പറഞ്ഞു പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ പാർട്ടി പൊളിറ്റിക്സ് മാത്രമല്ല. അപ്പം അങ്ങനെയാണെങ്കിൽ വീട്ടിലൊരു പൊളിറ്റിക്സ് ഉണ്ട്, സ്കൂളിലൊരു പൊളിറ്റിക്സ് ഉണ്ട്, നമ്മൾ നാട്ടിലേക്ക്, നമ്മുടെ വില്ലേജിലേക്ക് പോകുമ്പോൾ, നമ്മുടെ മാർക്കറ്റ് പ്ലേസിലേക്ക് പോകുമ്പോൾ ഇവിടെ എല്ലാം എന്താണ്, ഡിഫറെന്റ് പൊളിറ്റിക്കൽ സിസ്റ്റം ഉണ്ട്. അപ്പോൾ അവിടെ എല്ലാം എന്ത് നടക്കുന്നു, സോഷ്യലൈസേഷൻ നടക്കും. ഇതാണ് പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു ലാർജർ പൊളിറ്റിക്കൽ കൾച്ചറിന്റെ ഭാഗമാണ് പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ. പൊളിറ്റിക്കൽ കൾച്ചറിന്റെ പാർട്ടാണ്. പൊളിറ്റിക്കൽ കൾച്ചർ ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുന്നതാണ് പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ. ഓക്കെ, പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ എന്ന് പറഞ്ഞപ്പോൾ അവിടെ എന്തൊക്കെയാണ് ആളുകൾ പഠിക്കുന്നത്, അവരുടെ പൊളിറ്റിക്കൽ ആറ്റിറ്റ്യൂഡ് എന്താ, അവരുടെ പൊളിറ്റിക്കൽ റോൾ എന്താണ് എന്നാണ് പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ പഠിക്കുന്നത്. സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ എന്ന് വെച്ചാൽ എന്താണ്, ഒരു സോഷ്യൽ പ്രോസസ്സാണ്. എന്തിനു സഹായിക്കുന്നു, പൊളിറ്റിക്കൽ ബിഹേവിയർ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ റോൾ പഠിക്കാൻ സഹായിക്കും. ഇത്രേ ഉള്ളൂ. പൊളിറ്റിക്കൽ റോൾ പഠിക്കാൻ സഹായിക്കുന്ന ഒരു സോഷ്യൽ പ്രോസസ്സാണ് പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ. ദാറ്റ്സ് ഓൾ. ഇത് യങ്ങർ ഏജിൽ തന്നെ ആരംഭിക്കും, പക്ഷെ ഒരു പർട്ടിക്കുലർ ഏജിൽ നിൽക്കുകയല്ല, നമ്മുടെ മരണം വരെ എന്ത് ചെയ്യും, ഈ കണ്ടിന്യൂസ് പ്രോസസ് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. നമ്മുടെ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ സോഷ്യലൈസേഷൻ നടക്കുന്ന നമ്മുടെ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ വിശ്വാസങ്ങൾ പുതുതായിട്ട് ഇവോൾവ് ചെയ്യും, ചേഞ്ച് ചെയ്യും. ഒരു പീരീഡ് ഓഫ് ടൈമിൽ എന്ത് ചെയ്യും, ചേഞ്ച് ചെയ്യും.
ഇവിടെ നമുക്ക് എവിടെ നിന്നൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റും? നമ്മുടെ ഫാമിലിയിൽ നിന്ന് പഠിക്കാൻ പറ്റും, നമ്മുടെ നെയ്ബർഹുഡിൽ നിന്ന് പഠിക്കാൻ പറ്റും, സ്കൂളിൽ നിന്ന് പഠിക്കാൻ പറ്റും, നമ്മുടെ ഫ്രണ്ട്സ് പിയേഴ്സിൽ നിന്ന് നമുക്ക് പഠിക്കാൻ പറ്റും. അത് കൂടാതെ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ മാസ് മീഡിയ, പൊളിറ്റിക്കൽ പാർട്ടീസ്, സ്റ്റേറ്റ്, സിവിൽ സൊസൈറ്റി, ഇൻട്രസ്റ്റ് ഗ്രൂപ്പുകൾ, ഇവരെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ നടക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു കാലത്ത് എല്ലാം IT ബേസ്ഡ് ആണ്. അപ്പോൾ നമുക്കൊരു ഐഡിയ, അപ്പം ഞാൻ ഇത്രയും കാലം എന്താണ് ഞാൻ LGBTQ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. ഈ LGBTQ സപ്പോർട്ടിങ് അപ്പം എങ്ങനെ നടക്കണം, എന്താണ് LGBTQ, ഈ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ഗ്രൂപ്പ് ഓഫ് ആളുകളെ മീറ്റ് ചെയ്യാം. ഇതെല്ലാം എവിടെ നടക്കും? ഇൻഫർമേഷൻ ടെക്നോളജി, സോഷ്യൽ മീഡിയകളിൽ നടക്കും. അപ്പോൾ പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ വേഗത്തിൽ നടക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് എന്തെന്ന് പറയുന്നത്? ഇൻഫർമേഷൻ ടെക്നോളജി എന്ന് പറയുന്നത്. അപ്പൊ പീപ്പിളിന്റെ ഒപ്പീനിയൻ, ആളുകളുടെ അഭിപ്രായം, അവരുടെ പൊളിറ്റിക്കൽ ആറ്റിറ്റ്യൂഡിന് ട്രെമൻഡസ് ആയ ഭീകരമായ ഒരു മാറ്റം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ വഴി കാണാൻ പറ്റും. പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ ഡയറക്റ്റോ ഇൻഡയറക്റ്റോ ആകാം, അത് യൂണിഫൈയിങ്ങോ ഡൈവേഴ്സിങ് അല്ലെങ്കിൽ ഡിവൈസീവോ ആയിരിക്കാം. എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഡയറക്റ്റോ ഇൻഡയറക്റ്റോ എന്ന് പറഞ്ഞാൽ നമ്മുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ച് നമുക്ക് ഇപ്പൊ നമ്മൾ ഒരു പർട്ടിക്കുലർ കൺട്രിയിലേക്ക് യാത്ര ചെയ്തു. ഇപ്പൊ നമ്മുടെ ഇവിടെ എന്ത് ചെയ്യുന്നു? ആളുകളെല്ലാം ഒരു പർട്ടിക്കുലർ പൊളിറ്റിക്കൽ ഗ്രൂപ്പിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. നമ്മൾ മറ്റൊരു പൊളിറ്റിക്കൽ ഗ്രൂപ്പിന് എതിരാണെന്ന് വെച്ചോ. നമ്മൾ ഇപ്പം നമ്മുടെ നാട് വിട്ടിട്ട് പുറത്തേക്ക് പോവുകയാണ്, വേറൊരു ഏരിയയിലേക്ക് പോകുമ്പം ഈ പൊളിറ്റിക്കൽ പാർട്ടി, നമ്മൾ എതിർത്തിരുന്ന പൊളിറ്റിക്കൽ പാർട്ടി, അവിടുത്തെ ഉള്ള ആളുകൾക്ക് ആ പൊളിറ്റിക്കൽ പാർട്ടിയോടുള്ള ഒരു അനുഭവം ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പം നമുക്ക് മനസ്സിലാവും ഈ പൊളിറ്റിക്കൽ പാർട്ടി ഇങ്ങനെയൊക്കെ ചെയ്യുന്നു, അല്ലെങ്കിൽ ഇവർ ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്, ഇങ്ങനെയൊക്കെയാണ് അവരുടെ ഐഡിയോളജി എന്ന് മനസ്സിലാവും. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ എന്ത് ചെയ്യാം? നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യാം. അപ്പം ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ നടക്കാൻ പറ്റും. ഇനി ഇൻഡയറക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏജന്റ് ഓർ ഏജൻസി വഴി നടക്കാം. ഇപ്പം നോക്കുവാണെങ്കിൽ നമുക്കൊരു ഏജിസ്റ്റ് ആയിരുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിന് ഒരു പർട്ടിക്കുലർ ഒരു ഗ്രൂപ്പ് ഓഫ് റിലീജിയസ് ഗ്രൂപ്പ് അവരെ എന്ത് ചെയ്യുന്നു? മീറ്റ് ചെയ്യുന്നു. അദ്ദേഹത്തിന് അപ്രോച്ച് ചെയ്തിട്ട് അവരുടെ റിലീജിയസ് ഐഡിയോളജികൾ എന്ത് ചെയ്യുന്നു? അയാളെ പറഞ്ഞ് മനസ്സിലാക്കുന്നു. അപ്പോൾ അങ്ങനെ കോൺട്രിബ്യൂഷനുകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അവർ നടത്തിയ പുണ്യപ്രവർത്തികൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കഴിയുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ എന്ത് ചെയ്യാം? ആ നിരീശ്വരവാദിയായ വ്യക്തി ഈ പർട്ടിക്കുലർ റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ ആ ഒരു റിലീജിയസ് ഇതിലേക്ക് റിലീജിയസ് കൺവേർഷൻ നടത്താനുള്ള ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ഇപ്പം നമുക്ക് അറിയാം കൂടുതൽ എന്ത് ചെയ്യുന്നു? റിലീജിയസ് കൺവേർഷൻ നടക്കുന്നുണ്ട്. ഒരു പർട്ടിക്കുലർ ഇപ്പം SC/ST കാറ്റഗറിയിൽ നിന്ന് ഒരുപാട് പേര് എന്ത് ചെയ്യുന്നുണ്ട്? പെൻറ്റക്കോസ്റ്റൽ റിലീജിയനിലേക്ക് ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു ഐഡിയോളജി ചേഞ്ചിങ് എങ്ങനെയായിരിക്കാം? ആ ഒരു ഏജൻസി അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പ് നമ്മളെ അപ്രോച്ച് ചെയ്യുന്നത് വിധമായിരിക്കാം. അപ്പോൾ ഇതെന്താണ്? ഇൻഡയറക്റ്റ് ആണ്. അതേപോലെ നമ്മളിപ്പോൾ എല്ലാവരും ഒരു പർട്ടിക്കുലർ പൊളിറ്റിക്കൽ പാർട്ടി മാത്രം, ചൈനയുടെ കേസ് പറഞ്ഞു സിംഗിൾ പാർട്ടിയേ ഉള്ളൂ, ആ ഒരു ഒറ്റ പാർട്ടി മാത്രം വിശ്വസിക്കുന്നവരാ, അവരെല്ലാം എന്താണ്? യൂണിഫൈഡ് ആയിരിക്കും. ഇന്ത്യയുടെ കേസ് എടുക്കുകയാണ്, മൾട്ടി പാർട്ടി സിസ്റ്റമാണ്. ഒരു വീട്ടിൽ തന്നെ പല പാർട്ടിക്കകത്ത് ജോയിൻ ചെയ്ത ആളുകളുണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ എന്താണ്? ഒരു ഡിവൈസിങ്, ഒരു ഡൈവേഴ്സ് സ്ട്രക്ചറാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇവിടെ എന്താ? ഡിവിഷൻ നടക്കാനുള്ള ചാൻസും ഉണ്ട്. നമ്മുടെ പൊളിറ്റിക്കൽ റോളിനെ, പൊളിറ്റിക്കൽ ആറ്റിറ്റ്യൂഡിനെ, പൊളിറ്റിക്കൽ ബിഹേവിയറിനെ എല്ലാം ഷേപ്പ് ചെയ്യാൻ ആര് സഹായിക്കും? പൊളിറ്റിക്കൽ സോഷ്യലൈസേഷൻ സഹായിക്കും. പൊളിറ്റിക്കൽ റോള്, പൊളിറ്റിക്കൽ ബിഹേവിയർ എല്ലാം അത്രേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് ഐഡിയ എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ ക്യാപിറ്റൽ ആണ്. പൊളിറ്റിക്കൽ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? പണം, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു അസറ്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇവിടെ പൊളിറ്റിക്കൽ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഒരു സൂപ്പർഫിഷ്യൽ ടേമാണ്. എന്നുവെച്ചാൽ ഒരു മെറ്റീരിയലിസ്റ്റിക് അല്ല. നമ്മൾ ഒരു അധികാരം, നമ്മളിപ്പോൾ ഒരു പർട്ടിക്കുലർ പൊളിറ്റിക്കൽ പാർട്ടി വന്നിട്ട് പറയാണ് ഞങ്ങൾ ഈ ഒരു സമയത്ത് ഇപ്പോൾ കൊറോണ ടൈമിൽ നമ്മൾ ഇത്രത്തോളം പ്രവർത്തനം നടത്തി, നമ്മൾ ഇത്രത്തോളം ആളുകളെ സഹായിച്ചു, അല്ലെങ്കിൽ നമ്മൾ പാവപ്പെട്ടവർക്കെല്ലാം ഗ്യാസ് പ്രൊവൈഡ് ചെയ്തു, ഇങ്ങനെയൊക്കെ ആളുകളെ അവരവരുടെ ചെയ്ത ആ പ്രവർത്തികൾ, നല്ല കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു, അല്ലെങ്കിൽ പ്രൂവ് ചെയ്യുവാണെങ്കിൽ, പ്രവൃത്തി വഴി പ്രൂവ് ചെയ്യുവാണെങ്കിൽ ആളുകൾ ചിന്തിക്കും, ഇന്ന പാർട്ടി ഇന്ന കാര്യങ്ങൾ ചെയ്തു, ഇന്ന പാർട്ടി ഇന്ന കാര്യങ്ങൾ ചെയ്തു, അപ്പം ഞാൻ എൻ്റെ വോട്ട് ഈ പാർട്ടിക്ക് കൊടുക്കും, അല്ലെങ്കിൽ ആ പാർട്ടിക്ക് കൊടുക്കും. അപ്പം ഇതാണ് ശരിക്കും പൊളിറ്റിക്കൽ ക്യാപിറ്റൽ എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ പൊളിറ്റിക്കലി നമ്മൾ ഏൺ ചെയ്യുന്ന സാധനം, ഇത് നമ്മൾ നേടിയെടുക്കണം. എന്താണ്? ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന ഗുഡ് വിൽ, നമ്മൾ നല്ല പ്രവൃത്തി കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ നേടിയെടുത്ത വിശ്വാസം കൊണ്ടായിരിക്കാം, നമ്മുടെ പ്രസ്റ്റീജ് ഇതൊക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു പൊളിറ്റിക്കൽ ഹെഡിന്റെ പവർ ആയിരിക്കാം. ഒരു പർട്ടിക്കുലർ പാർട്ടി നയിക്കുന്ന വ്യക്തി ഒരു നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരാളാണ്. അപ്പൊ അദ്ദേഹത്തിന് എന്ത് ചെയ്യും? ആളുകൾ വോട്ട് ചെയ്യും. അപ്പൊ ഇങ്ങനെ എന്ത് ചെയ്യാം? പൊളിറ്റിക്കൽ ക്യാപിറ്റൽ, ഇതിനെയാണ് പൊളിറ്റിക്കൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അതായത് ഇവിടെ നമ്മൾ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടല്ല ഉദ്ദേശിക്കുന്നത്, സിംബോളിക് ആയ ഒരു രീതിയായത്. ഇതെന്താണ്? നമ്മൾ കഷ്ടപ്പെട്ട് ആ ഒരു പർട്ടിക്കുലർ ഏജൻസി അല്ലെങ്കിൽ അതിന്റെ ഏജൻസ്
നേടിയെടുക്കുന്നത്, അക്യുമുലേറ്റ് ചെയ്യുന്ന അവരുടെ പ്രവർത്തനം മൂലം, അവരുടെ എക്സസൈസസ് മൂലം എന്ത് ചെയ്യുന്നു, ആ എന്താണ് പൊളിറ്റിക്കൽ ക്യാപിറ്റൽ നേടിയെടുക്കണം, പബ്ലിക് ഫേവർ നേടിയെടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കൂടുതൽ പവർ ഡൊമൈൻസ് ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, ആളുകളെ കൺട്രോൾ ചെയ്യാൻ പറ്റും.